കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ 14ാമത് സംസ്ഥാന സമ്മേളനമാണ്. ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന, ചരിത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് പൊതുസമ്മേളനത്തോടെ ആരംഭിക്കുന്നത്. സ്വാഗതത്തിൽ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ജനറൽ സെക്രട്ടറി ശ്രീമാൻ കെ വി രാജനും തുടർന്ന് അധ്യക്ഷം വഹിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് പ്രസിഡന്റും ഇതപര്യന്തമുള്ള കാലയളവിലെ സംഘടനാ പ്രവർത്തനങ്ങളുടെ ഒരു ചുരുങ്ങിയ രൂപം ഇവിടെ വരച്ചു കാട്ടുകയുണ്ടായി. തുടർന്ന് ഉദ്ഘാടകൻ നിങ്ങളുടെ മുൻ പ്രസിഡന്റ് കൂടിയാണ് സഖാവ് എളമരം കരീം MP, വളരെ വിശദമായി സ്വകാര്യവൽക്കരണത്തിൻ്റെയും ഉദാരവൽക്കരണത്തിൻ്റെയും സാഹചര്യത്തിൽ ഇന്ത്യയുടെ സമസ്ത മേഖലകളും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും നിങ്ങളുടെ പ്രശ്നത്തോടൊപ്പം കൂട്ടിച്ചേർത്തുകൊണ്ട് KSEBയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ടും കൂടി സംസാരിക്കുകയുണ്ടായി. ഞാനടക്കം 20 പേര് ഇതിൽ സംസാരിക്കാൻ നോട്ടീസ് കാണുന്നുണ്ട്. അതുകൊണ്ടൊരു വലിയ പ്രസംഗത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല. യഥാർത്ഥത്തിൽ നിങ്ങൾ നടത്തുന്നതൊരു സേവനമാണ്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ നിങ്ങളോടൊപ്പം സഹകരിച്ച് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പ്രക്ഷോഭണ കാലയളവിലും തുടർന്നും നാട്ടുമ്പുറങ്ങളിൽ ഉൾപ്പെടെയുള്ള ജനങ്ങൾ നിങ്ങളുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നത്. അതിൽ നിങ്ങളുടെ പ്രസ്ഥാനത്തിന് വിജയിക്കാൻ കഴിഞ്ഞു എന്ന് തെളിയിക്കുന്നതാണ് 14ാമത് സംസ്ഥാന സമ്മേളനത്തിലേക്ക് എത്തിച്ചേരുന്ന ഇന്നത്തെ ഈ സാഹചര്യം. തീർച്ചയായും ഒരു പ്രസ്ഥാനം അതിൻ്റെ ആരംഭ ദിശയെല്ലാം പിന്നിട്ട് 10-28 വർഷത്തെ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തികഞ്ഞ യാഥാർത്ഥ്യബോധത്തോടെ ഇന്ത്യ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കാൻ എങ്ങനെ പോകണം എന്നതിനെക്കുറിച്ചുള്ള നല്ല ധാരണയോടുകൂടിയാണ് രാജൻ ഇവിടെ സംസാരിച്ചത്. അതോടൊപ്പം ഒരു പാർലമെൻറ്റ് അംഗം എന്ന നിലയ്ക്കും അതിൻ്റെ അനുഭവങ്ങളോട് വെച്ചുകൊണ്ടാണ് നിങ്ങളോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു തൊഴിലാളി നേതാവ് എന്ന നിലയ്ക്ക് സഖാവ് എളമരം കരീമും ഉദ്ഘാടന പ്രസംഗത്തിൽ ഇവിടെ സവിസ്തരം പ്രതിപാദിച്ചത്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നല്ല തിരക്ക് പിടിച്ച ദിവസമാണ്. സ്ഥാനാർത്ഥി തീർച്ചയായും ഇവിടെ സംസാരിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഞാനിനി കുറച്ചകലെ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ നീട്ടുകയല്ല. ഇതൊരു വലിയ പോരാട്ടമാണ്, ഒരു ബദൽ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള പോരാട്ടം. നിങ്ങളെപ്പോലെ തന്നെ അല്ലെങ്കിൽ അതേപോലെ തന്നെ അഭിമുഖീകരിക്കുന്നൊരു പ്രശ്നമുണ്ട്. ഇപ്പം വലിയ മാളുകൾ ആരംഭിച്ച് ചെറുകിട കച്ചവടക്കാർ പലായനം ചെയ്യുകയാണ്. പല അങ്ങാടികൾ അല്ലെങ്കിൽ ടൗണുകൾ നോക്കിയാൽ അവരുടെ സ്ഥിതി നമുക്കറിയാം. അതിനെല്ലാം വാതായനങ്ങൾ തുറന്ന് വെച്ചുകൊണ്ട് വന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ഇന്ത്യയിൽ എന്തും വാങ്ങാൻ കെൽപ്പുള്ള 10-20% പ്രത്യേകിച്ച് കേരളത്തിലുണ്ട്. ആ മാർക്കറ്റ് കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് ഇന്ത്യൻ കുത്തകൾ നീങ്ങുന്നത്. അതിനെതിരെയുള്ള ശക്തമായ സമരം, പ്രക്ഷോഭണങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യയിലെ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ നിങ്ങളോടൊപ്പം ഇത്തരം പ്രശ്നങ്ങളിൽ പ്രക്ഷോഭണ രംഗത്ത് കടന്നു വന്നവരാണ്. അത് തീർച്ചയായും നമുക്ക് ശുഭോദർക്കമായ കാര്യമാണ്. നിങ്ങൾ നടത്തുന്ന ഈ പോരാട്ടത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് 14ാമത് സമ്മേളനം വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും 14 ജില്ലകളിൽ നിന്നും എത്തിച്ചേർന്ന ഈ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ മുന്നോട്ട് വന്ന എല്ലാ പ്രതിനിധികളെയും ഇവിടെ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി